Hi everyone, welcome to Exam by Olympiads. So നമ്മുടെ IUQM ടെസ്റ്റ് IUQM 2025ന് നമ്മുടെ സ്കൂളുകൾ എങ്ങനെയാണ് സെന്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസോ പാരന്റ്സോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂൾസിലുള്ള ടീച്ചേഴ്സിന് അല്ലെങ്കിൽ എന്താണ് എക്സാം കോർഡിനേറ്റേഴ്സിന് കോമ്പറ്റേറ്റീവ് എക്സാംസ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രിൻസിപ്പളിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കൂൾസിൽ രജിസ്റ്റേർഡ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ IUQMന്റെ ഫ്രീ ക്ലാസ്സസ് ഓൾറെഡി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാം ബൈ ലേണിംഗിന് അടിപൊളി റിസൾട്ട്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം നമ്മൾ സെയിം റിസൾട്ട്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ എക്സാം ബൈയുടെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം. അതുപോലെ എക്സാം ബൈ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് നമുക്കറിയാം നമ്മുടെ MTAയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. MTA ആണ് ഈ വർഷം എല്ലാ വർഷവും എന്ത് ചെയ്യുന്ന IUQM ഫസ്റ്റ് സ്റ്റേജ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ MTAയുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ IUQM വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു പേജ് കാണാം. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അതായത് MTAയുടെ IUQMന്റെ പേജ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൽ സെന്റർ രജിസ്ട്രേഷൻ ഫോർ IUQM ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓർക്കുക. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ ത്രൂ ഒക്കെ ഡീറ്റെയിൽസും ഡേറ്റും ഒക്കെ ഷെയർ ചെയ്താണ്. അവസാനത്തെ വീക്കിലാണുള്ളത്. ജൂൺ 28 വരെയാണ് നമ്മുടെ സെന്റർ രജിസ്ട്രേഷന്റെ ഡേറ്റ് തന്നിട്ടുള്ളത്. അത് എക്സ്റ്റെൻഡ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ജൂൺ 28 ആണ്. സെന്റർ രജിസ്ട്രേഷൻ, സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ അല്ല. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ജൂലൈ അവസാനം വരെയുണ്ട്. സെന്റർ രജിസ്ട്രേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന് കാണാം. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 4 സെന്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ട്. ഇവിടെ 4 സെന്റേഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ, സെന്റർ രജിസ്ട്രേഷൻ, സെന്റർ ആക്ടിവേഷൻ, സെന്റർ ലോഗിൻ, സെന്റർ സെർച്ച്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻസിന്റെ പേജ് കാണാം. ഇതെന്താണ്, ഒരു 9 പേജുള്ള ഒരു PDF ആണ്. ഓരോ നമ്മൾ ഈ ചെയ്യുന്ന രജിസ്ട്രേഷനിൽ ഓരോ പേജിന്റെ സ്ക്രീൻഷോട്ടുകളും അവിടെ എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രജിസ്ട്രേഷന്റെ പേജിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെന്റർ രജിസ്ട്രേഷന് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെന്റർ രജിസ്ട്രേഷനും ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നത്, വെൽക്കം ടു IUQM 2025. സോ സെലക്ട് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. നമ്മുടെ KV സ്കൂൾസും JNV സ്കൂൾസും അതർ സ്കൂൾസ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, KV സെലക്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ KV, JNV, ജവഹർ നവോദയ ആൻഡ് കേന്ദ്രീയ വിദ്യാലയ ആൻഡ് അതർ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ KV സെലക്ട് ചെയ്താൽ നമ്മൾ ഇവിടെ എന്താണ്, എൻ്റർ യുവർ KV കോഡ് ടു പ്രൊസീഡ്. നമ്മുടെ KV കോഡ് ഇവിടെ കൊടുക്കണം. അപ്പോൾ KV കോഡിന് ചെക്ക് യുവർ KV കോഡ് ഹിയർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ലിങ്ക് നമുക്ക് ഇവിടെ കാണാം. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു KV ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു KV ലിസ്റ്റ്, ഒരുപാട് സ്കൂൾസുള്ള KV ലിസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള, ഇടുക്കി അല്ലെങ്കിൽ കണ്ണൂർ റീജിയനിൽ ഉള്ള സ്കൂളിന്റെ KV കോഡ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് KV സ്കൂളുകൾക്കും JNV സ്കൂളുകൾക്കും ഇതുപോലുള്ള ലിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ JNV ലിസ്റ്റ് നോക്കിയാൽ ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റേറ്റ് ഏത് സ്കൂളാണ് അതിനനുസരിച്ചുള്ള കോഡും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങളുടെ റീജിയനും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ സെലക്ഷൻ ആണ്. അപ്പോൾ KV ആണെങ്കിൽ KV സെലക്ട് ചെയ്യുക. JNV ആണെങ്കിൽ JNV സെലക്ട് ചെയ്യുന്ന JNV കോഡ് ഇവിടെ കൊടുക്കാനുള്ള. അതർ സ്കൂൾസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, അതേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അവർക്ക് കോഡും കാര്യങ്ങളൊന്നുമില്ല. സോ അതർ സ്കൂൾ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് വരുന്ന സെന്റർ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ നമുക്ക് 5 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. പ്രിൻസിപ്പലിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ഇൻചാർജ്, നമുക്ക് പ്രിൻസിപ്പൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എക്സാമിന്റെ സ്കൂളിലെ ഇൻചാർജിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഫില്ല് ചെയ്യുന്നത് സെന്റർ ആക്സെപ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റി, അതായത് സെന്ററിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ, എത്ര സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാനുണ്ട്. ദെൻ സ്കൂളിന്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വേണം നമ്മൾ നോക്കിയാൽ ഡീറ്റെയിൽസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ നെയിം എന്താണ്, CBSE ICSE അഫിലിയേറ്റഡ് കോഡ്, അതുപോലെ UDISC കോഡ്, അതുപോലെ പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ്, ലാൻഡ്മാർക്ക് കാര്യങ്ങൾ, പിന്നെ ഗൂഗിൾ ലൊക്കേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ബാക്കി ഡാറ്റാസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ഫില്ല് ഇൻ ചെയ്യാന്നുള്ളത്. ഗൂഗിൾ ലൊക്കേഷൻ്റെ സമയത്ത് നമ്മുടെ സ്കൂളിന്റെ ഗൂഗിൾ ലൊക്കേഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യാം. ഈ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ URL എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ അത് ഞാൻ ഇൻസ്ട്രക്ഷൻസിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് നമ്മൾ ഫില്ല് ഇൻ ചെയ്യാനുള്ളത് നമ്മളുടെ
സ്കൂൾ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സെൻറ്റർ രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്തു, സെൻറ്റർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മൾ KV JNV അല്ലെങ്കിൽ അതർ സ്കൂൾസ് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്കൂൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഗൂഗിൾ ലൊക്കേഷൻ കൊടുക്കണം. അപ്പോൾ ലൊക്കേറ്റ് യുവർ സ്കൂൾ ഓൺ ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുക. ദെൻ കോപ്പി ദ ഗൂഗിൾ മാപ്സ് ലിങ്ക് ഓഫ് യുവർ സ്കൂൾസ് ലൊക്കേഷൻ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. അപ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ള ലൊക്കേഷനിൽ, അതായത് ഇവിടെ ഫില്ലിൻ ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മളുടെ ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ അതെങ്ങനെയാണ് ഗൂഗിൾ ലൊക്കേഷൻ ഫില്ല് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഗൂഗിൾ മാപ്പ് ഒരു പുതിയ ടാബ് എടുത്ത് ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്കൂൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു URL ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് അഡ്രസ്സ് ഉണ്ടാവും. സോ ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ ലിങ്ക് നമ്മൾ ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഈ തന്നിട്ടുള്ള കോളത്തിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഗൂഗിൾ മാപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെർച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണെന്നോ ഈ കോഡ് അല്ലെങ്കിൽ ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സോ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത സ്റ്റേജസിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അടുത്ത സ്റ്റേജസ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പൽ ഡീറ്റെയിൽസ് ഇൻചാർജ്, സെന്റർ ആക്സെപ്റ്റൻസ്, ബാങ്ക് ഡീറ്റെയിൽസ്. സോ അതിന്റെ മുഴുവൻ സ്ക്രീൻഷോട്ട്സ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പേജിലുണ്ട്. അപ്പോൾ ഇതിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം. സോ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മറ്റ് സ്റ്റെപ്പുകൾ പറയാണ്. സോ നെക്സ്റ്റ് എന്താണ്, പ്രിൻസിപ്പൽ ഡീറ്റെയിൽസ് ഫില്ലിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നെയിം ഓഫ് പ്രിൻസിപ്പൾ, അതുപോലെ മൊബൈൽ നമ്പർ, അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ് മുഴുവൻ ഫില്ലിൻ ചെയ്യാനുണ്ട്. അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കോൺടാക്ട് ഡീറ്റെയിൽസും പ്രിൻസിപ്പളാണ് കൊടുക്കേണ്ടത്. അടുത്തത് സെന്റർ ഇൻചാർജിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഈ എക്സാംസിനുള്ള ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഉള്ള ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. സോ ആ ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. നെയിം, ഡെസിഗ്നേഷൻ, അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൂന്നാമത്തെ കോളത്തിൽ ഡീറ്റെയിൽ ഇൻചാർജിൽ നെയിം, ഇൻചാർജ് മൊബൈൽ നമ്പർ, ഇൻചാർജ് സെക്കൻഡറി മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ID, അപ്ലോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ID കാർഡ്, ഇമേജ് ഓഫ് ദി ഇൻചാർജിന്റെ അപ്ലിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ IDയും കൂടി എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇമേജ് ആയിട്ട് ഫില്ലിൻ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ സെന്റർ ആക്സെപ്റ്റൻസ് ആൻഡ് സ്റ്റുഡന്റ് കപ്പാസിറ്റി ഡീറ്റെയിൽസ് ആണ്. സോ സെന്റർ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം KV സ്കൂളും JNV സ്കൂളിലും ഒക്കെ അവിടുത്തെ സ്റ്റുഡൻസിനെയാണ് എക്സാം എഴുതിപ്പിക്കുന്നത്. അല്ലെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, അതേ സ്കൂളുകളിൽ തന്നെ എഴുതണം. മറ്റ് സ്കൂളുകൾക്ക് എന്ത് ചെയ്യാം, അടുത്തുള്ള റീജിയനിലുള്ള സ്റ്റുഡൻസിനൊക്കെ എഴുതിപ്പിക്കാനാണ്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ after completing center in charge details, next section is about confirming whether your institution is willing to act as an examination center for IUQM 2025. So for Kendriya Vidyalaya schools, KV schools and JNV schools, you will see a message, your institution is an examination center on September 7, 2025. This is already selected as yes and you will not be able to change it. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താണ് സ്കൂൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് അതർ സ്കൂൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആർ യു വില്ലിംഗ് ടു പ്രൊവൈഡ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എൻ എക്സാമിനേഷൻ സെന്റർ ഓൺ ഇന്ന ഡേറ്റ്, അതായത് നമ്മുടെ IUQM-ന് സെന്റർ ആവാൻ വില്ലിംഗ് ആണോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബൈ ഡിഫോൾട്ട് യെസ് ആണ്. അപ്പോൾ നിങ്ങളത് യെസ് ആയിട്ട് സെലക്ട് ചെയ്യുക. ആൻഡ് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, സെന്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ യെസ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. ഇഫ് യു സെലക്ട് യെസ് ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് യുവർ ഓൺ സ്കൂൾ സ്റ്റുഡൻസ് ഹു ക്യാൻ അപ്പിയർ ഫോർ ദ എക്സാം. നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസിന് എത്ര പേർക്ക് വരെ അവിടെ എഴുതാൻ പറ്റും. മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം അതർ സ്കൂൾ, മറ്റ് സ്കൂളിൽ എത്ര കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് യു ആർ റെഡി ടു അക്കോമഡേറ്റ്. നിങ്ങൾക്ക് എത്ര കുട്ടികൾക്ക് മൊത്തം അവിടെ എക്സാം നടത്താൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ ഫില്ലിൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ആൻഡ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഫോർ KV. അപ്പോൾ KV JNV സ്കൂൾസുകളൊക്കെ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Do your school come under high security, high risk area? Can you allow other school students to your center? അപ്പോൾ മറ്റ് സ്കൂളിലെ സ്റ്റുഡൻസിനെ KV-ലും JNV-ലും അലൗ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാലാണ് നമ്മുടെ സെന്റർ ലിസ്റ്റിൽ എന്ത് ചെയ്യുക, ഈ സ്കൂളുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ലിൻ ചെയ്യുക. അതാണ് നമ്മുടെ സെന്റർ ആക്സെപ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റി. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം എത്ര കുട്ടികൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസ് എത്രയാണ്, ടോട്ടൽ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ലിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സ്കൂളിന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ സ്കൂളിലെ സ്റ്റുഡൻസിന് ഫീസ് വാങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IUQM കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, അത് കൺഫേം ചെയ്യാൻ അക്കൗണ്ട് നമ്പർ, ബേസിക് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് ഫില്ലിൻ ചെയ്യുക. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവ്യൂ ആൻഡ് ഡിക്ലറേഷൻ. സോ അവസാനം നമ്മൾ പ്രിവ്യൂ കൊടുത്താൽ ഈ ഫുൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ബോക്സ് ടിക്ക് ഇൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക, സബ്മിഷൻ കൺഫേം.
confirmation. So after successful submission, a confirmation message will be displayed marking as completion of center registration part 1. So center registration part 1 submission നിങ്ങൾ കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് സെന്റർ ആക്ടിവേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസിൽ ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സെന്റർ രജിസ്ട്രേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും ഡാറ്റ മുഴുവൻ ഫിൽ ഇൻ ചെയ്തത്. പ്രിൻസിപ്പൾ, സ്കൂൾ ഡീറ്റെയിൽസ്, ഇൻചാർജ് ഡീറ്റെയിൽസ്, എത്ര കുട്ടികൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ. അത് കഴിഞ്ഞാണ് നമ്മുടെ സെന്റർ ആക്ടിവേഷൻ വരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെന്റർ ആക്ടിവേഷൻ ആണ്. സോ ഇൻസ്ട്രക്ഷൻസ് ഫോർ സെന്റർ ആക്ടിവേഷൻ. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള സെന്റർ ആക്ടിവേഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ സെന്റർ ആക്ടിവേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് നേരത്തെ നമ്മളിപ്പോൾ ഫിൽ ഇൻ ചെയ്ത പ്രിൻസിപ്പളിൻ്റെ മൊബൈൽ നമ്പർ അതും ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ അത് ഫിൽ ഇൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെന്റർ ആക്ടിവേറ്റ് ചെയ്യാം. സെന്റർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ സ്കൂള് IUQM കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സെന്റർ ആയിട്ട് മാറുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രക്ഷൻസിൽ സെന്റർ ആക്ടിവേഷൻ. സോ എൻ്റർ ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഓഫ് ദ പ്രിൻസിപ്പൽ. പിന്നെ ഒരു 7-digit OTP നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മെയിലിലും SMS-ലും വന്നിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ഇൻ ചെയ്യുക. നമ്മൾ നേരത്തെ പ്രിൻസിപ്പലിൻ്റെ മെയിൽ ആൻഡ് മൊബൈൽ നമ്പർ, അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ആക്ടിവേറ്റ്. സോ ആക്ടിവേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോർ സെന്റർ ലോഗിൻ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളിവിടെ രണ്ടും കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ ആക്ടിവേറ്റഡ് ആയി. സോ സെന്റർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെന്റർ ആക്ടിവേഷൻ കഴിഞ്ഞാൽ അടുത്തത് സെന്റർ ലോഗിൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെന്റർ ലോഗിൻ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നമ്മൾ അടുത്ത സെന്റർ ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്കൊരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് വരും. സോ എൻ്റർ ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് റിസീവ്ഡ് വയ SMS ആൻഡ് ഇമെയിൽ. സോ വൺസ് യു ലോഗ്ഡ് ഇൻ, സെന്റർ രജിസ്ട്രേഷൻ ഇസ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെന്റേഴ്സ് രജിസ്ട്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രിൻസിപ്പളിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് സെന്റർ ആക്ടിവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് മെയിലിൽ വന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ്, ഓരോ സ്കൂളിനും യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സെന്റർ ലോഗിൻ ചെയ്യുന്നു. ഈ സെന്റർ ലോഗിനും കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് സെന്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സെന്റർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഈ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിലുണ്ട്. ഇതിന്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ സെന്റേഴ്സിന് ഇവിടെ സെന്റർ സെർച്ചിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റെപ്പുകൾ ഓരോന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഞാൻ ഇവിടെ സെന്റർ സെർച്ച് ക്ലിക്ക് ചെയ്യണം. സോ സെന്റർ സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സിറ്റി ഒക്കെ കാണാം. സോ യെസ്, ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് ഡൽഹി സെലക്ട് ചെയ്തു. ആൻഡ് ഡൽഹി, ഈസ്റ്റ് ഡൽഹി സെലക്ട് ചെയ്തിട്ട് സിറ്റി ന്യൂ ഡൽഹി സെലക്ട് ചെയ്ത് അവിടെ സ്കൂൾസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്താൽ യെസ്, നമുക്ക് ഇവിടെ ഒരു സ്കൂൾ രജിസ്റ്റേർഡ് ആയിട്ട് കാണാം. അതുപോലെ ഇപ്പോൾ നമ്മൾ കേരള സെലക്ട് ചെയ്യുകയാണെങ്കിൽ കേരള, ആൻഡ് ഡിസ്ട്രിക്ട് യെസ് എറണാകുളം സെലക്ട് ചെയ്തു. ആൻഡ് കൊച്ചി സെലക്ട് ചെയ്താൽ സ്കൂൾസ് ഉണ്ടോ, യെസ് ഇവിടെ ഒരു സ്കൂൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ട് സെൻറ്റർ ആക്ടിവേഷനും സെൻറ്റർ ലോഗിനും ചെയ്ത് കഴിഞ്ഞ സ്കൂൾസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ് ഫോർ നമ്മളുടെ സെൻറ്റർ രജിസ്ട്രേഷൻ ഫോർ IUQM. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ IUQMൻ്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ യൂട്യൂബ് ത്രൂ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കറിയാം. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ മാത്രമല്ല മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളുടെ മാത്ത് എന്തൂസിയാസ്റ്റ് ആയാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ്സും കാര്യങ്ങളും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ജൂൺ 28 വരെയാണ് നമുക്ക് ഡേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഷെയർ ചെയ്യുക. സ്കൂളുകൾക്ക് സെൻറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ മാത്സ് പഠിക്കുന്ന നല്ല സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്റ്റുഡൻസിനെ എഴുതിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ രജിസ്റ്റർ ചെയ്യാം. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനും ഡീറ്റെയിൽസും ഒക്കെ വഴിയെ നമ്മുടെ ചാനൽ വരുന്നതാണ്. സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എക്സാൻവൈയുടെ കൂടെ പ്രിപ്പയർ ചെയ്ത അടിപൊളി റിസൾട്ട്സ് തന്നെ ഈ വർഷം IUQM എല്ലാവർക്കും ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.